രാജുവിന്റെ തിളങ്ങുന്ന ഹൃദയം. രാജുവിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അവന്റെ ഹൃദയത്തിന് മാർവിയുടെ അസുഖം എന്നൊരു പേരുണ്ടായിരുന്നു. പക്ഷെ അതൊരു സാധാരണ അസുഖമായിരുന്നില്ല. സന്തോഷം വരുമ്പോൾ അവന്റെ ഹൃദയം ഒരു ചെറിയ നക്ഷത്രം പോലെ തിളങ്ങുമായിരുന്നു. അവന്റെ ഹൃദയം തിളങ്ങുന്നത് ആരും കാണാതിരിക്കാൻ രാജു എപ്പോഴും വലിയ ഷർട്ടുകൾ ധരിച്ചു. അവൻ അവന്റെ കൂട്ടുകാരുമായി കളിക്കുമ്പോൾ പോലും ഹൃദയം തിളങ്ങുന്നത് മറയ്ക്കാൻ അവൻ ശ്രദ്ധിച്ചു. ഒരു ദിവസം അവൻ പാർക്കിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. അപ്പോൾ ലീല എന്നൊരു പെൺകുട്ടി അവന്റെ അടുത്തേക്ക് വന്നു. അവൾ ഒരു കൊച്ചു പൂച്ചക്കുട്ടിയെ കയ്യിൽ പിടിച്ചിരുന്നു. നിന്റെ പൂച്ചക്കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ? രാജു ചോദിച്ചു. ഇല്ല, ലീല പറഞ്ഞു. ഇതൊരു വഴിതെറ്റിയ പൂച്ചക്കുട്ടിയാണ്. ഇതിനൊരു പേരു കൊടുക്കാൻ ഞാൻ ആലോചിക്കുകയായിരുന്നു. രാജു പൂച്ചക്കുട്ടിയെ തലോടി. അതിന്റെ മൃദുവായ രോമങ്ങൾ അവന്റെ വിരലുകളിൽ തട്ടിയപ്പോൾ അവന്റെ ഹൃദയം സ്നേഹം കൊണ്ടു നിറഞ്ഞു. ഒരു ചെറിയ മിന്നൽ പോലെ അവന്റെ നെഞ്ചിൽ നിന്ന് ഒരു പ്രകാശം പുറത്തേക്ക് വന്നു. ലീല അത് കണ്ടു. അവൾ അത്ഭുതത്തോടെ കണ്ണുമിഴിച്ചു. അത് എന്താണ്? അവൾ പതിയെ ചോദിച്ചു. രാജു പേടിച്ചു. അവൻ പെട്ടെന്ന് ഷർട്ട് വലിച്ചിട്ടു. ഇത് എന്റെ ഹൃദയമാണ്, രാജു പറഞ്ഞു. എനിക്ക് സന്തോഷം വരുമ്പോൾ ഇത് തിളങ്ങും. ഇതിന് മാർവിയുടെ അസുഖം എന്നാണ് പേര്. ലീല ചിരിച്ചു. അതൊരസുഖമല്ല, അതൊരു മാന്ത്രിക ശക്തിയാണ്. അന്നുമുതൽ രാജുവും ലീലയും എല്ലാ ദിവസവും ഒരുമിച്ച് കളിച്ചു. അവർ പൂന്തോട്ടത്തിൽ ചിത്രശലഭങ്ങളെ പിന്തുടർന്നു, നദിയിൽ കല്ലുകളെറിഞ്ഞു, നക്ഷത്രങ്ങളെ നോക്കി കഥകൾ പറഞ്ഞു. ഓരോ തവണ രാജു ചിരിക്കുമ്പോഴും അവന്റെ ഹൃദയം ഒരു ചെറിയ സൂര്യനെപ്പോലെ തിളങ്ങി. അവന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രകാശം ലീലയുടെ മുഖത്ത് പ്രതിഫലിച്ചു. രാജുവിന് മനസ്സിലായി, അവന്റെ അസുഖം അവനെ ഒറ്റപ്പെടുത്തുന്ന ഒന്നല്ല, മറിച്ച് അവന്റെ സന്തോഷം ലോകവുമായി പങ്കുവയ്ക്കാനുള്ള ഒരു വഴിയാണ്. അവന്റെ ഹൃദയത്തിന്റെ തിളക്കം അവന്റെ ഏറ്റവും വലിയ സമ്മാനമായിരുന്നു.